സി എസ് കെ അങ്ങനെ രണ്ടാമത്തെ ജയം അടുപ്പിച്ച് രണ്ടാമത്തെ ജയം അങ്ങനെ നേടിയിട്ടുണ്ട്. ഒരു നല്ലൊരു എന്താ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തീർച്ചയായിട്ടും ചെന്നൈയുടെ ടീമിനകത്തുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ട്. ധോണിയുടെ ഒരു ഈ പറയുന്ന സാന്നിധ്യമാണോ ഈ പറയുന്ന പ്രാക്ടീസിനൊക്കെ ധോണി വളരെയധികം ഈ പറയുന്ന പ്ലേയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രേവിസിന്റെ ഒരു ലക്കാണോ ഭാഗ്യമാണോ ഒരു ഭാഗ്യ പുത്രനാണോ ബ്രേവിസ് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം വന്ന രണ്ട് കളിയും ജയിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ചുമ്മാ പറയാനാണ് ഒരു സന്തോഷം, അതിനു വേണ്ടി പറയുന്നതാണ്. അപ്പം സി എസ് കെയുടെ ഞാൻ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കാരണം സി എസ് കെയുടെ ബാറ്റിങ്ങിൽ പവർ പ്ലേ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ടും സ്ലോ ആകുന്നു സി എസ് കെയുടെ ബാറ്റിങ്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് എന്താണ് ഇത് ഇങ്ങനെ കളിക്കുന്നത്, സഞ്ജു ആണെങ്കിലും ഇങ്ങനെ കളിക്കുന്നു. ആയുഷ് മാത്ര ആണെങ്കിലും കളിച്ചിട്ടുണ്ട്, ഏകദേശം 10-200 സ്ട്രൈക്ക് റേറ്റിന് മുകളിൽ ആയുഷ് മാത്ര കളിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര പ്രോപ്പർ ആയിട്ട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും അവസരം വന്ന ശിവദുബയ്ക്കാണെങ്കിലും 10-13 ബോൾ ബാറ്റ് ചെയ്തിട്ടും 12 റണ്ണോ ആണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സർഫ്രാസ് ഖാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഋതുരാജ് ആർക്കും ഒന്നും പറഞ്ഞ വലിയ രീതിയിലൊരു സപ്പോർട്ട് കിട്ടുന്നില്ല, പിച്ചിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇവരെന്താ ആദ്യം വിചാരിച്ചു ഇവരെന്താ ഇങ്ങനെ കളിക്കുന്നത്, സഞ്ജു ഒക്കെ എന്താണ് ഇത്രയും ഇനി വീണ്ടും 50 അടിക്കുമ്പോഴേ കളിക്കുന്നതാണ് സഞ്ജു, അങ്ങനെ ഉണ്ടാകാറുള്ളതല്ലല്ലോ, പിന്നെ എന്ത് പറ്റി എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പിച്ചിലെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവസാനം ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഫ്ലാറ്റ് ട്രാക്ക് അല്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ KKR വിക്കറ്റ് വലിച്ചെറിയാനുള്ള സാഹചര്യം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ, അതായത് സി എസ് കെയുടെ ഏകദേശം ബാറ്റിംഗ് അവസാനിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 9:16 ഞാൻ ആ മെസ്സേജ് എനിക്ക് തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വീഡിയോ എടുക്കും പോയിന്റ്സ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അവരുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, സംഭവം പിച്ചിന്റെ എന്തോ പ്രശ്നമാണെന്ന്. എനിക്ക് തോന്നുന്നു പിച്ച് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ പറയുന്ന പോലെ അവർ പറയുന്നത് കമന്റേറ്റേഴ്സ് എല്ലാം പറയുന്നതെന്ന് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പിച്ചാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നുണ്ട്. ഇത് ഡ്രൈ ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ സ്പിന്നേഴ്സിന് കുറച്ചുകൂടെ ഈ പറഞ്ഞ ഗ്രിപ്പ് കിട്ടുകയും അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് എറിയുമ്പോൾ പന്ത് പിച്ച് ചെയ്തതിന് ശേഷം ഫ്ലോ ആവുകയും ചെയ്യും. അതായപ്പം ആ സ്പീഡിന്റെ വേരിയേഷൻ ഭയങ്കരമായിട്ടും ഉണ്ടാകും. അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇതാണ് പ്രശ്നം എന്നാണ് തോന്നുന്നത്. അപ്പം വേറെ എന്തെങ്കിലും പിച്ചിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ, എന്താ സംഭവിച്ചിട്ടുള്ളത്, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഇനി അടുത്ത ദിവസങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്കിതാണ് തോന്നുന്നത്, ഭയങ്കര ഡ്രൈ ആയിട്ട് ഈ പറയുന്ന പോലെ പന്ത് സ്ലോ ആകുന്നുണ്ട്, വേഗതയിൽ വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ ഈ ചെന്നൈക്ക് അവിടെ കളിച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മേൽക്കൈമ ഈ പറഞ്ഞ പോലെ ചെന്നൈക്ക് തന്നെയാണ്. എന്തായാലും സി എസ് കെ ആരാധകർക്കും സി എസ് കെ ടീമിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമാണ്. സഞ്ജു സാംസൺ, എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ ആണ് ടോപ്പ് സ്കോർ, 48 റൺസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഓറഞ്ച് ക്യാപ്പും സഞ്ജു സാംസൺ നേടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വളരെ മികച്ചൊരു സന്തോഷമുള്ള ദിവസമാണ് ചെന്നൈ ഫാൻസിനും ചെന്നൈ ടീമിനും.